ഇത് ഇവരെ എന്തോ ഒരു വിശ്വാസമാണ്, കുട്ടികളില്ലാത്തവർ വന്നത് ഇവിടെ വെച്ച് പോകുന്നുണ്ടല്ലേ. ഞാൻ പണ്ടിൻ്റെ പിന്നെ യൂറോപ്പിൽ എപ്പിസോഡിൽ കുരിശിന്റെ ഒരുപാട് കണ്ടമാനം കുരിശ് കാണിച്ചിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ തൊട്ടിലും കുട്ടിയും ഒക്കെ ഉണ്ട്, കാണാൻ പറ്റും. ഇത് കണ്ടമാനം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സാധനം ഉണ്ട് ഇവിടെ. ചെറിയ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്, മരത്തിന് തന്നത് കംപ്ലീറ്റ് വുഡ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഈ ട്രിങ്കോമാലിയിൽ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്, കോണേശ്വരം ക്ഷേത്രം. അതൊരു കടലിൻ്റെ തീരത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ട്രിങ്കോമാലിയിൽ ഒരു ഫോർട്ട് ഉണ്ട്, ഫോർട്ട് ഫെഡറിക്. ആ ഫെഡറിക്കിൻ്റെ അകത്താണ് ഇപ്പം ഞാനുള്ളത്. അപ്പോൾ അകത്തുകൂടി അങ്ങനെ ഇവിടുത്തെ കോണേശ്വരം ടെമ്പിൾ ഉണ്ട്, പ്രസിദ്ധമായ കോണേശ്വരം ടെമ്പിൾ. അത് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ അതുവരെ ഓട്ടോ വിടില്ല. അപ്പോൾ നമ്മൾ ഓട്ടോക്കാരനെ അവിടെ നിർത്തിയിട്ട് ഞാനങ്ങനെ നടന്നു പോകണം. ഇനി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെരുപ്പ് വെച്ച് വെക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കയറ്റാണ്, കുറച്ച് ഓട്ടോ പോകുന്നുണ്ട്. പക്ഷേ ഓട്ടോ അത്രയധികം അങ്ങോട്ടേക്ക് പ്രവേശനമില്ല, അവിടെ നിന്ന് തിരിഞ്ഞിട്ട് വരും. അപ്പോൾ ഇവിടെ പിന്നെ ഒരു ശാന്തമായൊരു സ്ഥലമാണ്, വലിയ വലിയ ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നടന്നു പോവുകയാണ് ഞാൻ. ഇതൊരു കടലിൻ്റെ ഒരു വക്കിനാണ് ഇത് നിൽക്കുന്നത്. ഇതിൻ്റെ ആ ലെഫ്റ്റ് സൈഡിലൊക്കെ കാണുന്നതൊക്കെ വെള്ളമാണ്, കടലാണ് കാണുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ കുറേ മറ്റേ എല്ലാ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള കടകളുള്ള പോലെ ഇതിൻ്റെ പരിസരത്തുണ്ട് കടകളും കാര്യങ്ങളൊക്കെ. ഒക്കെ തുറന്നായി വരുന്നുള്ളൂ. ഞാൻ നേരത്തെയാണ് നിന്നത്. പിന്നെ ഇവിടെ പൂജക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മയിലാണ് ഉണ്ടല്ലേ, മയിലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ചെരുപ്പൊക്കെ അയച്ചു വെക്കുകയാണ്. ഇതുവരെയുള്ള ചെരുപ്പിടാൻ പറ്റുക, ഇനി ചെരുപ്പില്ലാതെ അങ്ങനെ അങ്ങോട്ട് പോകണം. ഇത് കടലാണ് ഈ കാണുന്നത്, ഉണ്ടല്ലേ. അങ്ങനെ നല്ല താഴ്ചയിലാണ് ആ ഭാഗം നിൽക്കുന്നത്, ഈ ഭാഗം നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഈ മാലയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു പെണ്ണുങ്ങൾ. ഒരു മാലക്ക് എത്ര രൂപ? 1000 രൂപ? 500 രൂപ, 500. സൂര്യകിരണങ്ങൾ. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അമ്പലത്തിൻ്റെ ആ ലെവലിലാണ്. സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റാമ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ കയറി വേണം. ഇവിടെ മണലാണുള്ളത്, അതായത് കടലിൻ്റെ തീരല്ലേ, അപ്പോൾ മണൽ, അതുകൊണ്ടാണ് മണലുള്ളത് ഇവിടെ. ഇവിടെ ഒരു കൂറ്റൻ പ്രതിമയൊക്കെ ഉണ്ട്. ഇത് ആരതാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇനി ഇവിടെ അന്വേഷിച്ച് നോക്കട്ടെ. ശിവൻ്റെ ആണോ അത്? ഏതായാലും ഇവരോട് ആരോടും ചോദിച്ചാലുള്ളൂ ഇപ്പോൾ അവരറിയപ്പെടുക. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇത് നല്ല വെളിച്ചത്തിൽ നല്ല ഉഷാറായി കാണുന്നുണ്ട്. സൂര്യകിരണങ്ങൾ നേരിട്ട് അങ്ങോട്ട് പതിക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്.
അതിൻ്റെ താഴെ വേറെ കുറേ ചെറിയ ചെറിയ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഞാനിതിലെ അങ്ങനെ നടന്നു പോകണം. ഇതാണ് ചെരുപ്പിടാണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ഇവിടെയും വേറൊരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കടലാണ്. കടലിൽ നിന്ന് ഇങ്ങോട്ട് ഉയർന്നു നിൽക്കുകയാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇതാണ് പാസേജ്. ഇതാണ് നമ്മുടെ വലിയ പ്രതിമ. അതിൻ്റെ സൈഡ് ഭാഗമാണ്. ഇതിലെങ്ങനെ നടന്നു പോവാം. ഇതിന് 2 എൻട്രൻസ് ഉണ്ട്. ഇന്ന് ചെന്ന് കയറുമ്പോൾ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അമ്പലത്തിലേക്ക്. പിന്നെ ഇതിലേ ഉണ്ട് ഒരു എൻട്രൻസ്. അപ്പം നമുക്കിതിങ്ങനെ കംപ്ലീറ്റ് ചുറ്റി കറങ്ങിയിട്ടൊന്ന് ഇറങ്ങി പോവാം. ഇവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ പാറക്കെട്ടിൻ്റെ താഴേക്ക് ഉണ്ടല്ലേ, ആരൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് പോയി നോക്കട്ടെ ഇതിൻ്റെ താഴേക്ക് എന്താണുള്ളത് എന്നറിയാലോ. അപ്പോൾ കടലിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങോട്ട് കാണാം അതിലേ പോയാൽ. അപ്പോൾ ആദ്യം ഇതൊന്ന് കണ്ടാലട്ടെ. ഇതാണ് അമ്പലത്തിലേക്കുള്ള ഒരു വഴി. അതങ്ങ് നീളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ ഉണ്ട്. ഒരുപാട് ദൂരമുണ്ട് ഇത് സംഭവം. ഏതായാലും ഇവിടെ കുറേ മരത്തിൻ്റെ തൊട്ടിൽ പോലെ കെട്ടിണ്ടാക്കിയിട്ടുണ്ട്. നല്ല കരിങ്കല്ലിൻ്റെ ഒരു ചെറിയ പീസൊക്കെയാണ്. അപ്പോൾ ഇതിലേ അങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ് ഞാൻ. ഇതിലേ അങ്ങനെ ഇറങ്ങിയിട്ട് അത്യാവശ്യം നല്ല കാറ്റുണ്ട് ഇവിടെ. ഇതാണ് നല്ല കടലിങ്ങനെ കാണുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ നമുക്കങ്ങനെ കറങ്ങി കാണാം. ഇവിടെയുണ്ട് നമ്മുടെ, എനിക്ക് തോന്നുന്നു കുട്ടികളില്ലാത്തവർക്ക് വന്നിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണോ സംശയമുണ്ട്. നല്ല ഓപ്പോസിറ്റാണ്, ക്യാമറക്ക് ഓപ്പോസിറ്റാണ് സൂര്യൻ നിൽക്കുന്നത്. വലിയ ക്ലിയർ ഇല്ല അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ തിരിച്ച് മുകളിലേക്ക് കയറുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ കടലിനോട് ഇങ്ങനെ ചാരിയിട്ടാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഇത് അങ്ങോട്ടേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അങ്ങ് ദൂരെ തോണിയിൽ യാത്ര ചെയ്യണത്. ഒരുപാട് ദൂരത്താണ് അത് നിൽക്കുന്നത്. ഇത് ഇവരെ എന്തോ ഒരു വിശ്വാസമാണ്. കുട്ടികളില്ലാത്തവർ വന്നത് ഇവിടെ വെച്ച് പോകുന്നുണ്ടല്ലേ. ഞാൻ പണ്ടിൻ്റെ പിന്നെ യൂറോപ്പിൽ എപ്പിസോഡിൽ കുരിശിൻ്റെ ഒരുപാട് കണ്ടമാന കുരിശ് കാണിച്ചിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ തൊട്ടിലും കുട്ടിയും ഒക്കെ കാണാൻ പറ്റില്ല. ഇത് കണ്ടമാനം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സാധനം ഉണ്ട് ഇവിടെ. ചെറിയ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മരത്തിന് തന്നത് കംപ്ലീറ്റ് വുഡ്. ഇവിടെ തീരെ ആളുകളൊന്നും ഇല്ല കേട്ടോ, സന്ദർശകർ കുറവാണ്. എനിക്കൊന്നും രാവിലെ നേരത്തെ ആയതുകൊണ്ടിരിക്കും. ഇവിടെ പിന്നെ ഒരു മയിലുണ്ട് നിൽക്കുന്നുണ്ടല്ലേ, അതാണ് മയിൽ. അതിൻ്റെ തൊട്ടടുത്തൊരു പാമ്പുണ്ട്. ആ പാമ്പിൻ്റെ അടുത്താണ് മയിൽ നിൽക്കുന്നത്. രണ്ടാളും കൂടി എന്തോ കളിക്കാനുള്ള പരിപാടിയാണ്. കണ്ടില്ല, ആ നീളത്തിലവിടെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ പാമ്പുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം. കടലിനോട് ചാരിയിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു പരിസരത്ത്. കുറച്ച് പാറക്കല്ലുകളുണ്ട്. മയിലുണ്ട്. മയിലൊക്കെ ഇവിടെ വളരുന്നുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് വഴിയിൽ ഇഷ്ടംപോലെ മയിലുകളുണ്ടായിരുന്നു. ഇതാണ് മയിൽ. അതിൻ്റെ അപ്പുറത്ത് അതാ വളഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ, അതാണ് പാമ്പ്. ഇനിയിപ്പോൾ എന്താ മയിൽ പാമ്പിനെ കൊത്തും എന്തോന്നല്ല. ഏതായാലും കുറച്ചു നേരം ഇവിടെ ഒന്ന് നോക്കിയിരിക്കട്ടെ ഞാനൊന്ന്. നല്ല കാറ്റുമുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്.
സ്റ്റെപ്പായിട്ട് അങ്ങനെ കയറി പോകണം. ചെരുപ്പിടാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് കാലിന്. ചൂടൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു അസ്വസ്ഥത ഇങ്ങനെ ഉണ്ട്. ഇവിടെ കൊപ്പര ഉണക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഉടച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു കൊപ്പര തേങ്ങ വന്നിട്ടുണ്ട്. ആ തേങ്ങ ഇവിടെ ഉണക്കി ആട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട്. അതിൻ്റെ അടിയിൽ മുകളിൽ കമ്പിയൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ഏതായാലും നല്ല സെറ്റപ്പ് പരിപാടിയാണ്. ഈ ശ്രീലങ്കയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ഒരു ഹിന്ദുമത തീർത്ഥാടന കേന്ദ്രമാണ് ഈ ട്രിങ്കോമാലിയിലെ. ഇതൊരു ക്ലാസിക്കൽ മധ്യകാല ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ്. ശ്രീലങ്കയിലെ പഞ്ചീശ്വരങ്ങളിൽ ഏറ്റവും പവിത്രമായ ഇത് പുരാതന കാലഘട്ടത്തിൽ കോണേശ്വർ മലയുടെ മുകളിലാണ് നിർമ്മിച്ചത്. ഇത് ശിവന്റെ ഒരു പ്രധാന ആരാധനാലയമാണിത്. BC 6-ാം നൂറ്റാണ്ടിലാണ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചതെന്ന് പറയുന്നത്. പക്ഷേ ഇത് 1952 ഇത് പുനഃസ്ഥാപിച്ചത്. അന്നത്തെ കാലത്തെ വാസ്തുവിദ്യയിൽ അതിൻ്റെ ഏറ്റവും വലിയ കെട്ടിടമായിട്ടായിരുന്നു ഇതിനെ കണക്കാക്കപ്പെട്ടിരുന്നത്. 1131 മുതൽ 1153 വരെ പോളോണറവു ഭരിച്ചിരുന്നൊരു സിംഹള രാജാവുണ്ടായിരുന്നു, ഗജബാഹു. ആ ഗജബാഹു രണ്ടാമനെ കോണോർസർ കാൽവെട്ടു എന്ന കൃതിയിൽ ശിവഭക്തനും കോണമല ക്ഷേത്രത്തിൻ്റെ ഉപകാരിയുമായാണ് അതിൽ വിവരിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കേട്ടോ. ഞാനതിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല. അപ്പം ഞാൻ ഈ കോണേശ്വരം അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇനി പുറത്തേക്ക് അങ്ങനെ പോവുകയാണ്. നമ്മൾ ഓട്ടോക്കാരൻ താഴത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞാൻ അതുവരെ നടന്നെത്തണം. പോകുന്ന വഴിയിൽ നിന്ന് നമ്മുടെ ചെരുപ്പ് കളക്ട് ചെയ്യും വേണം. ചെരുപ്പ് ഇവിടെ വെക്കാൻ 20 ഉറുപ്പിക കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഷീറ്റൊക്കെ മെഞ്ഞേക്കുന്നു. ചെരുപ്പ് ഇട്ട് ഇപ്പം അങ്ങനെ പോവുകയാണ്. ഇതാണ് മയിലുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ മയിൽ പാറി പോവുകയാണ്. ഒന്ന് തൊടാൻ ശ്രമിക്കാൻ നോക്കിയിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. ഇതുപോലെ കുറേ മയിലുകളുണ്ട് കേട്ടോ. ഇതിലെങ്ങനെ നടന്നു വരുന്നത് ഇഷ്ടംപോലെ കാണാം നമുക്ക്. അപ്പം നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.